നമസ്കാരം, സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. അപ്രതീക്ഷിതമായ ഉണ്ടായ ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ഇറാന് നഷ്ടപ്പെട്ടത് അവരുടെ പ്രസിഡന്റിനെയും വിദേശകാര്യമന്ത്രിയെയും അടക്കമുള്ള പ്രമുഖരെയാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇറാന്റെ പ്രസിഡന്റ് ഒരു അപകടത്തിൽ കൊല്ലപ്പെടുന്നത് ലോകത്തെ ആകമാനം നടുക്കുന്ന സംഗതിയാണ്. ഇറാനെ സംബന്ധിച്ച് എത്ര വലിയ നഷ്ടമാണ് ഇത്? മേഖലയിൽ വലിയ തോതിലുള്ള പ്രതിരോധം അനുഭവിക്കുകയും പോരാട്ട സമാനമായ അതിജീവനത്തിലൂടെ കടന്നു പോവുകയും ചെയ്യുന്ന രാജ്യമാണ് ഇറാൻ. വലിയ തോതിലുള്ള ഭീഷണികളെ അവർ ഓരോ ദിവസവും അഭിമുഖീകരിക്കുന്നുണ്ട്. ഒപ്പം അവരുടെ മേഖലയിൽ ഒരു ശക്തിയായി വളരാനുള്ള നയതന്ത്രപരമായ മോഹവും അവർക്കുണ്ട്. അതിനെല്ലാം ഏതൊക്കെ തരത്തിൽ പ്രതിഫലിക്കുന്ന, ആഘാതമുണ്ടാക്കുന്ന, അവരെ ബാധിക്കുന്ന ആ നഷ്ടമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതോ ഒരു നേതാവിൻ്റെ മരണം, മറ്റൊരാൾ മടങ്ങി വരിക എന്നതിനെ ആശയപരമായ ദൃഢത കൊണ്ട് ഇറാൻ മറികടക്കുമോ? മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി, അവരുടെ ശത്രുക്കൾ പ്രസിഡന്റിനെ വകവരുത്തിയോ എന്നതാണ്. ശത്രുക്കളാൽ പ്രധാനപ്പെട്ട നേതാക്കൾ, ഉദ്യോഗസ്ഥർ എന്നിവർ കൊല്ലപ്പെടുന്നത് ഇറാന്റെ കാര്യത്തിൽ പുതിയ സംഗതിയല്ല. അവരുടെ സൈനിക മേധാവി കൊല്ലപ്പെടുന്നു, ആണവശാസ്ത്രജ്ഞർ കൊല്ലപ്പെടുന്നു, കോൺസുലേറ്റുകൾ ആക്രമിക്കപ്പെടുന്നു. എല്ലാ നയതന്ത്ര മര്യാദകളെയും മറികടന്നുകൊണ്ടുള്ള ശത്രുരാജ്യത്തിൻ്റെ ആക്രമണങ്ങൾക്ക് നിരന്തരം ഇരയാക്കപ്പെടുന്ന രാജ്യമാണ് ഇറാൻ. ഇതും അത്തരമൊരു കടന്ന ആക്രമണത്തിൻ്റെ തുടർച്ചയായി കാണണമോ? അങ്ങനെയെങ്കിൽ അതുണ്ടാക്കാൻ പോകുന്ന അപകടം എത്ര വലുതായിരിക്കും? ഇറാൻ പ്രസിഡന്റ് റയീസിയുടെ മരണം, വിദേശകാര്യമന്ത്രിയുടെ മരണം മേഖലയിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്നത് സംസാരിക്കുകയാണ് ഇന്ന് സ്പെഷ്യൽ എഡിഷൻ. നമ്മോടൊപ്പം ഈ ചർച്ചയിലുള്ളത് ശ്രീ ടി കെ ജാബിർ, പശ്ചിമേഷ്യൻ നിരീക്ഷകൻ, ഡോക്ടർ താജ് ആലുവ, മാധ്യമപ്രവർത്തകൻ, ഒപ്പം ശ്രീ അഷ്റഫ് കടക്കൽ, അധ്യാപകൻ എന്നിവരാണ്. ആദ്യം ശ്രീ താജ് ആലുവ, ഇറാനെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സവിശേഷ സാഹചര്യത്തിൽ ഈ അപകടവും അതിലുണ്ടായ 2 മരണവും എന്തുമാത്രം വലിയ ലോസാണ്? തീർച്ചയായും നിഷാദ്, ഈ സംഭവം ഇറാനെയും എന്നല്ല ഈ ലോകത്തെ തന്നെയും വളരെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. നമുക്ക് ഇതിന്റെ വാർത്തകൾ വായിക്കുമ്പോൾ, അതിനെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാം, ഈ ഒരു ഇറാനെ സംബന്ധിച്ച് ഒരുപാട് ദീർഘകാലമായി ഈ പശ്ചിമേഷ്യയിൽ അമേരിക്കയുടെ ഉപരോധം, അതുപോലെ തന്നെ ഒരു ടെററിസ്റ്റ് സ്റ്റേറ്റ് എന്നുള്ള നിലക്ക് അമേരിക്കയും അവരടങ്ങുന്ന പാശ്ചാത്യ രാജ്യങ്ങളും ആ ബ്ലോക്കും ഒക്കെ ഇറാനെ ഒരു ഭീകര രാജ്യത്തിന്റെ പട്ടികയിൽ നിർത്തി, അല്ലെങ്കിൽ ഭീകര സംഘങ്ങളെ പിന്തുണക്കുന്നവർ എന്ന നിലക്ക് കണ്ടുവരികയും, അതുപോലെ തന്നെ അതിനെ എല്ലാ അർത്ഥത്തിലും ഇറാന് ആധുനികമായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ ലഭിക്കുന്നത്, പ്രത്യേകിച്ച് അതിന്റെ ഏറ്റവും സമ്പന്നമായ എണ്ണ, ഊർജ സ്രോതസ്സുകൾ അടക്കം അവർക്ക് അതിൽ നിന്ന് വരുമാനമെടുക്കുന്ന അവരുടെ സമ്പദ് വ്യവസ്ഥയെ പുഷ്ടിപ്പെടുത്തുന്നതിന് അതിനെയൊക്കെ എല്ലാ അർത്ഥത്തിലും നിഷേധിച്ചുകൊണ്ട്, സാങ്കേതിക വിദ്യ നിഷേധിച്ചുകൊണ്ട്, അതുപോലെ തന്നെ സാമ്പത്തികമായ സഹായങ്ങൾ നിഷേധിച്ചുകൊണ്ട് ലോകത്തുനിന്ന് ഒരു ഒറ്റപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് വാസ്തവത്തിൽ അധിക കാലവും ഇറാൻ കഴിഞ്ഞു വന്നത്. അതിൽ നിന്നൊക്കെ പുറത്തു കടക്കാനുള്ള അവരുടെ ഒരു ശ്രമം ഏറെക്കുറെ വിജയിച്ചു വരുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് ഇറാന്റെ റഷ്യയുമായിട്ടുള്ള ബന്ധം, ചൈനയുമായിട്ടുള്ള ബന്ധം, അതുപോലെ പശ്ചിമേഷ്യയിൽ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയുമ്പോൾ സൗദി അറേബ്യയുമായി ഏറ്റവും ഒടുവിൽ ഈ ഇബ്രാഹിം റയീസിയുടെ നേതൃത്വത്തിലാണ് സൗദി അറേബ്യയുമായിട്ട് ചൈന മുൻകൈയെടുത്ത് നടത്തിയ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഒടുവിൽ സൗദി അറേബ്യയുമായി അവർ ഒരു പൂർണ്ണമായ അർത്ഥത്തിലുള്ള നയതന്ത്ര ബന്ധം സ്ഥാപിച്ചു. അങ്ങനെ മേഖലയിൽ ഒന്നാകെ അവരുടെ സ്വാധീനം പതുക്കെ പതുക്കെ വ്യാപിച്ചു വരുന്നതിന് ഇടയിലാണ് വാസ്തവത്തിൽ ഇത്തരം ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, തൊട്ട് കഴിഞ്ഞ മാസമാണ് ഇറാൻ ഇസ്രായേലിലേക്ക് ഒരു ഫുൾ സ്കെയിൽ ആക്രമണം നടത്തിയത്. മിസൈൽ ആക്രമണം, ഡ്രോൺ ആക്രമണമൊക്കെ നടത്തിക്കൊണ്ട് ഇസ്രായേലിനെ തന്നെ ഞെട്ടിച്ചുകൊണ്ട്. അതായത് അങ്ങനത്തെ ഒരു സംഗതി ഇതിനു മുമ്പ്, ഒരല്പം മുമ്പ് അത്തരമൊരു ആക്രമണം ഇറാൻ നടത്തുമെന്ന് തീരെ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ രാഷ്ട്രീയ, സൈനിക, സാമ്പത്തിക അവസ്ഥയൊക്കെ, കാലാവസ്ഥയൊക്കെ മാറി വന്ന ഒരു സാഹചര്യത്തിൽ അതിനുവരെ ഇറാൻ മുതിർന്ന ഒരു ഘട്ടത്തിൽ അവരുടെ രാഷ്ട്രത്തിന്റെ തലവൻ കൊല്ലപ്പെടുക എന്ന് പറയുന്നത് ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇബ്രാഹിം റയീസിയെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അദ്ദേഹം ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖാംനയുമായി വളരെ അടുപ്പമുള്ള, അദ്ദേഹത്തിന്റെ തന്നെ ശിക്ഷണത്തിൽ അദ്ദേഹത്തിൽ നിന്ന് വിദ്യ അഭ്യസിച്ചുകൊണ്ട് എന്ന് പറയാവുന്ന രൂപത്തിൽ വളർന്ന ഒരു വ്യക്തിത്വമാണ്. ഇബ്രാഹിം റയീസിയെ കുറിച്ച് പറയപ്പെടുന്നത് അദ്ദേഹം ഉടനെ തന്നെ, അല്ലെങ്കിൽ സെക്കൻഡ് ഇൻ ലൈൻ പരമോന്നത നേതാവാകാനുള്ള തൊട്ടടുത്ത ഒരു അദ്ദേഹത്തെ അതിനുവേണ്ടി ഗ്രൂം ചെയ്തു കൊണ്ടുവന്ന
ഒരു വ്യക്തിത്വമായിരുന്നു. അദ്ദേഹം ആണ് ഈ ഒരു അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കിപ്പോ അപകടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അതൊരു പിന്നെ ഒന്നുകിൽ ഒരു പ്രകൃതി ദുരന്തത്തിന്റെ ഒരു രൂപത്തിലാണ്, അല്ലെങ്കിൽ ഒരു പ്രകൃതിപരമായ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ്, അതല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്ററിന്റെ ഒരു മെക്കാനിക്കൽ ഫോൾട്ട്, യന്ത്ര തകരാറോ അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെയാണ് എന്നാണ് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാകുന്നതെങ്കിലും ധാരാളം ഊഹാപോഹങ്ങൾ അത് സംബന്ധമായി പ്രചരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കും, ഇസ്രായേൽ മൊസാദ് തന്നെ എടുത്തു പറഞ്ഞ ഒരു സംഗതിയാണ്, ഫലസ്തീനിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ ഇസ്രായേലിനെ എതിർക്കുന്ന എല്ലാ ശക്തികളെയും, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിലെ ഹമാസിനെയും ഹിസ്ബുള്ളയെയും പിന്തുണക്കുന്ന എല്ലാവരെയും ഞങ്ങൾ എതിർത്ത് തോൽപ്പിക്കും, അവരെ വേട്ടയാടും, അവരുടെ ഉന്നത നേതാക്കളെ വരെ തങ്ങൾ ലക്ഷ്യം വെക്കും എന്നത് മൊസാദിന്റെ ഒരു പ്രഖ്യാപിത നയമായിരുന്നു. ആ ഒരു ഘട്ടത്തിൽ തന്നെ ഇങ്ങനെ ഒരു സംഗതി സംഭവിക്കുന്നു. പ്രത്യേകിച്ച് അവർ പുറപ്പെടുന്ന ഹെലികോപ്റ്റർ വ്യൂഹത്തിൽ ഈ ഒരൊറ്റ ഹെലികോപ്റ്റർ മാത്രം അപകടത്തിൽപ്പെടുന്നു. ഇതൊക്കെ ധാരാളം സംശയങ്ങൾക്കും ഊഹാപോഹങ്ങൾക്കും വകവെക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇസ്രായേൽ ഔദ്യോഗികമായി ഞങ്ങൾ ഇതിൻ്റെ അകത്ത് ഒരു ഭാഗവും ചെയ്തിട്ടില്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഞങ്ങൾക്ക് ഇതിൽ പങ്കില്ല, അങ്ങനെ പങ്കുവഹിക്കാൻ മാത്രം ഇറാന്റെ കാര്യത്തിൽ ഞങ്ങളൊരു അവിടുത്തെ ഈ ഒരു നേതൃത്വം ഇല്ലാതായതുകൊണ്ട് ഞങ്ങൾക്ക് വല്ല രാഷ്ട്രീയമോ സൈനികമോ ആയിട്ടുള്ള ഒരു നേട്ടം ലഭിക്കാനില്ല എന്ന് പ്രഖ്യാപിക്കുന്നിടത്തോളം, അല്ലെങ്കിൽ അത്തരം പ്രസ്താവനകൾ പുറത്തു വരുന്നിടത്തോളം ഊഹാപോഹങ്ങള് കിംവദന്തികളൊക്കെ സജീവമാണ്. ഞാൻ പറയാം ഡോക്ടർ താജ് ആലുവ, ഒരു സെക്കൻഡ്. ജാബിർ, ഇസ്രായേലിനെ നോക്കൂ, അവർ ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പങ്കാളിത്തം ഇല്ല എന്ന് ആവർത്തിച്ച് പറയുകയാണ്. ഞങ്ങളുടെ ലക്ഷ്യത്തിൽപ്പെടുന്നയാളല്ല അദ്ദേഹമെന്ന്. സത്യത്തിൽ പക്ഷേ ഇസ്രായേൽ അതിൻ്റെ ബെനിഫിഷ്യറി ആവുന്നുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇറാൻ സാധാരണ മട്ടിൽ നിന്ന്, നേരത്തെ ശ്രീ താജ് ആലുവ ചൂണ്ടിക്കാണിച്ചതുപോലെ, സാധാരണ മട്ടിൽ നിന്ന് അപ്പുറം പോയി ഇസ്രായേലിനെ പോലൊരു ശക്തി രാജ്യത്തെ നേരിട്ട് ആക്രമിക്കാൻ തയ്യാറാവുന്നു. ഇസ്രായേലിനെതിരായിട്ടുള്ള ഒരു മൂവ്മെൻറ്റിൽ എല്ലാ പ്രോക്സികളെയും അവർ എയ്ഡ് ചെയ്യുന്നു, അവർ ഫ്യൂൽ ചെയ്യുന്നത് കാണുന്നു. ഒപ്പം ഇറാൻ സമീപത്തുള്ള പ്രധാനപ്പെട്ട വലിയ രാഷ്ട്രങ്ങളുമായി മികച്ച ബാന്ധവം ഉണ്ടാക്കുന്നു, ആയുധ ഇടപാടുകൾ ഉണ്ടാക്കുന്നു, ആണവ മേഖലയിൽ അവർ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇറാനെ സംബന്ധിച്ച് കുറച്ചുകൂടി അഗ്രസീവായി, അതായത് കുറച്ചുകൂടി ഉയർന്നു പൊങ്ങുന്ന ഒരു കാലത്താണ് അതിൻ്റെ തലപ്പത്തുണ്ടായിരുന്ന ആൾ കൊല്ലപ്പെടുന്നത്, അപകടത്തിലോ അല്ലാതെയോ. അതിന് ബെനിഫിഷ്യറി ഇസ്രായേലാണ് എന്നിരിക്കെ ബാഹ്യ താല്പര്യങ്ങളെ, ഇതിനകത്തുള്ള എക്സ്റ്റേണൽ ആയിട്ടുള്ള എന്താ പറയുന്നത് താല്പര്യങ്ങളെ, ശ്രമങ്ങളെ പൂർണ്ണാർത്ഥത്തിൽ നിരാകരിക്കാൻ കഴിയുമോ എന്ന് ചോദിക്കാൻ, അത് കേവലമായൊരു കോൺസ്പിറസി തിയറി മാത്രമാണ്. ഇതൊരു കോൺസ്പിറസി തിയറി ആയിട്ട് മാത്രം നമ്മൾ കാണേണ്ടതില്ല. അതായത് കഴിഞ്ഞ ഒരു 2-3 വർഷങ്ങളായി, ഒരുപക്ഷെ പ്രത്യേകിച്ചും അഫ്ഗാനിസ്ഥാനിൽ നിന്ന് അമേരിക്കയുടെ പിന്മാറ്റം ഉണ്ടായതിനു ശേഷം തന്നെ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ പെട്ടെന്നുണ്ടാകുന്നത് നമ്മൾ കാണുന്നുണ്ട്. അമേരിക്കയുടെ അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള പിന്മാറ്റത്തിന് ശേഷമാണ് നമ്മൾ കാണുന്നത് ഉക്രൈനിൽ റഷ്യ നടത്തുന്ന അധിനിവേശം. അപ്പോൾ അന്തർദേശീയ രാഷ്ട്രീയത്തിൽ അമേരിക്കയുടെ ഒരു എന്താണ് പറയുക, അതിൻ്റെ ഒരു തകർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു പിൻവാങ്ങൽ കാണുന്ന ആ ഒരു സന്ദർഭത്തിൽ തന്നെ റഷ്യയുടെ ഒരു ആധിപത്യ ശ്രമം നമ്മൾ കാണുന്നുണ്ട്. അതോടൊപ്പം അതിന് പിന്തുണ നൽകുന്നത് മിക്കവാറും ചൈനയും അതുപോലെ തന്നെ ഇറാനും പോലുള്ള രാഷ്ട്രങ്ങളാണ്. ഇപ്പോൾ ഒരു ഏഷ്യനൈസേഷൻ ഓഫ് ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് എന്ന് പറയുന്നൊരു സംഭവം നടക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഈ ഒരു കാലഘട്ടത്തിൽ. അപ്പോൾ അതിനെ തടയുക എന്നുള്ള ഒരു നടപടി കൂടെ സംഭവിച്ചിരിക്കുകയാണ്. അതായത് ഒരു ഏഷ്യനൈസേഷൻ ഓഫ് ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നടന്നിട്ടുള്ള ഇറാനിയൻ പ്രസിഡന്റിന്റെയും അതുപോലെ ഇറാനിയൻ വിദേശകാര്യമന്ത്രിയുടെയും മരണത്തിലൂടെ അല്ലെങ്കിൽ കൊലയിലൂടെ അത് സാധിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് തീർച്ചയായും ഇസ്രായേലിന് അതിൻ്റെ പങ്കുണ്ടാകാം എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. ഞാൻ കരുതുന്നത് അങ്ങനെയാണ്. കാരണം വളരെ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം അതിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇസ്രായേൽ പോലുള്ളൊരു രാഷ്ട്രത്തെ നേരിട്ട് ആക്രമിക്കുന്ന ഒരു സന്ദർഭം നമ്മൾ കഴിഞ്ഞ മാസം കണ്ടിരുന്നത്. അപ്പോൾ അതിനെ ഇസ്രായേലിനെ ഒരുപക്ഷെ ഇറാനെ നേരിട്ട് ആക്രമിച്ച് കീഴടക്കുന്നതിനുള്ള ഒരു എന്താണ് പറയുക, അതിൻ്റെ ഒരു ഫിസിക്കലി ഉള്ള അതിൻ്റെ ഒരു സൗകര്യങ്ങൾ കുറവുള്ളതുകൊണ്ടായിരിക്കും ഇതുപോലെ രഹസ്യമായിട്ടുള്ള ആക്രമണങ്ങളിലൂടെ മൊസാദ് പോലുള്ള
രഹസ്യ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ നേതാക്കളെ വകവരുത്തുക എന്ന് പറയുന്ന നടപടി സ്വീകരിക്കുന്നത്. അതുകൊണ്ട് അതിന് നേരിട്ട് യുദ്ധം ചെയ്യാനുള്ള ഒരു അതിനുള്ള കഴിവില്ലാത്തത് കൊണ്ടായിരിക്കാം. അപ്പോൾ ഈ രീതിയിലാണ് ഇറാനിയൻ സയന്റിസ്റ്റുകളെ, ന്യൂക്ലിയർ സയന്റിസ്റ്റുകളെ പല തവണയായിട്ട് 10-12ഓളം സയന്റിസ്റ്റുകൾ ഇതുവരെ ഇസ്രായേലിൽ കൊലപ്പെടുത്തിയിട്ടുണ്ട്. അത് മൊസാദ്, അത് പലതും അവർ അംഗീകരിച്ചിട്ടുണ്ട്, പലത് അംഗീകരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ അത് അവരുടെ ലക്ഷ്യം വന്ന് തന്നെയാണ്. അതിന് ഈ രീതിയിൽ ഇറാൻ ഇസ്രായേൽ ഒരു ഓപ്പൺ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി വരുന്നത് 2005 അഹമ്മദിനിജാദ് ഇറാന്റെ പ്രസിഡന്റായി വന്നതിന് ശേഷമാണ്. അതുവരെ ആ രീതിയിലുള്ള ഒരു തുറന്ന വാക്പോരുകൾ അല്ലെങ്കിൽ വെല്ലുവിളികൾ നടന്നിട്ടില്ല എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന്റെ ബെനിഫിഷ്യറി ആയിട്ട് വരുന്നത് ഇസ്രായേലാണ് എന്നുള്ളത് മാത്രമല്ല, മിഡിൽ ഈസ്റ്റ് പൊളിറ്റിക്സിന് അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൻ്റെ ഈ കഴിഞ്ഞ 2021 വരെ ഉണ്ടായിരുന്ന ആ ഒരു ആധിപത്യം, ആ ഒരു ഇക്വേഷൻ തുടർന്ന് നിലനിർത്താനുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായി വന്നിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇറാനിൽ ഇപ്പോൾ വലിയൊരു വാക്കും സൃഷ്ടിച്ചിരിക്കുകയാണ് രണ്ട് നേതാക്കന്മാരുടെ തകർച്ച. ഒരുപക്ഷെ ഇവിടെ മുൻപ് സൂചിപ്പിച്ചതുപോലെ അയത്തുല്ല ഖമനേയുടെ പിൻഗാമിയായി പോലും വരാൻ സാധ്യതയുണ്ടായിരുന്ന വ്യക്തിയാണ് ഈ ഇബ്രാഹിം റൈസി എന്ന പ്രസിഡന്റ് ഇതിനു ശേഷം. അപ്പോൾ അതാണ് ഇല്ലാതെയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ ഇറാൻ രാഷ്ട്രീയത്തിൽ വലിയ ചോദ്യചിഹ്നം ഇപ്പോൾ ഉണ്ടായി വരികയാണ്. അതിന് പരിഹാരം കാണുക എന്നത് തന്നെ അവർക്ക് കുറേയധികം സമയമെടുക്കുന്ന ഒരു കാര്യമായിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജാബിർ, നോക്കൂ, ഇതിനകത്ത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ്റെ ചീഫിനെ കൊല്ലുക, പ്രസിഡന്റിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ വലിയ ഒരു കാര്യമാണ്. അത് വെളിപ്പെടുന്ന ഒരു ഘട്ടം ഇസ്രായേലിനെ സംബന്ധിച്ച് ഭയങ്കരമായ സെറ്റ് ബാക്ക് ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ആയിരിക്കില്ലേ? ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയിൽ പോലും അവർക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ കഴിയില്ല. ഒരു വാർ പൊട്ടിപ്പുറപ്പെട്ടാൽ അതിനകത്ത് ഇസ്രായേലിന് എന്തുമാത്രം പിന്തുണ ഉറപ്പാക്കാൻ കഴിയും. മറ്റൊന്ന്, ഈ ഇസ്രായേലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണം വളരെ സമീപ ദിവസങ്ങളിലുണ്ടായതാണ്. ഷോർട്ട് ടേമിൽ ഒരു പ്ലാൻ ഉണ്ടാക്കി ഇത്ര പെട്ടെന്ന് ഇറാൻ്റെ പ്രസിഡന്റിനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു മൊസാദിൻ്റെ ഓപ്പറേഷൻസ് പോലെ ഒരുപാട് സമയം എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ഷോർട്ട് ടൈം പ്ലാനിൽ പ്രസിഡന്റിനെ കൊല്ലാനൊക്കെ അങ്ങനെ പറ്റുമോ? ഞാൻ പറയുന്നത് ഇതിനെ നമ്മൾ 100% ഇപ്പോൾ നമ്മളങ്ങനെ തീരുമാനിക്കാൻ കഴിയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2005 മുതൽ അഹമ്മദിനിജാദിന്റെ പ്രസിഡന്റ് ആയ കാലഘട്ടം മുതൽ ആ കാലഘട്ടത്തിൽ ഉണ്ടായി വന്നൊരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അഹമ്മദിനിജാദിന്റെ, ഇസ്രായേലിനെ ഭൂമിയിൽ നിന്ന്, മാപ്പിൽ നിന്ന് തുടച്ചു നീക്കുമെന്നുള്ളത്. അത് താരതമ്യേന പൗരോഹിത്യ പശ്ചാത്തലമില്ലാതിരുന്നൊരു പ്രസിഡന്റായിട്ട് കൂടി എത്രത്തോളം കടുത്ത നിലപാട് എടുത്തിരുന്നു അദ്ദേഹം, അഹമ്മദിനിജാദ് ഇറാനിയൻ പ്രസിഡന്റ്. ആ കാലഘട്ടം മുതൽ പലപ്പോഴും ഇറാന്റെ ഉന്നത നേതാക്കളെ അല്ലെങ്കിൽ സയന്റിസ്റ്റുകളെ മുസാദ് അല്ലെങ്കിൽ ഇസ്രായേലി ഏജന്റുകൾ പലപ്പോഴും പിന്തുടരുന്നതായിട്ട് നമ്മൾക്കറിയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ പിന്നെ കഴിഞ്ഞ മാസം നടന്നതിനെ കുറിച്ച് നമ്മൾക്കറിയാം. അപ്പോൾ ഇന്റർനാഷണൽ കമ്മ്യൂണിറ്റിയുടെ നമ്മളിപ്പോൾ അത്രത്തോളം നമ്മൾ എന്താണ് പറയുക, അതിൽ വലിയ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. അതായത് അതിൽ വളരെ കോൺട്രഡിക്ടറി ആയിട്ടുള്ളൊരു വിഷയം ഞാൻ ഇവിടെ പറയാം. ഇപ്പോൾ ഇറാന്റെ അയൽ രാജ്യമാണ് അസർബൈജാൻ. അസർബൈജാനിൽ നിന്നുള്ള യാത്രയിലാണ് ഇപ്പോൾ പ്രസിഡന്റും വിദേശകാര്യമന്ത്രി കൊല്ലപ്പെട്ടത്. ഈ അസർബൈജാനിലെയും ഇറാനിലെയും സോഷ്യൽ എന്താണ് പറയുക, അതിന്റെ കോമ്പോസിഷൻ എന്ന് പറയുന്നത് ഏകദേശം ഒന്നാണ്. അതായത് ഭൂരിപക്ഷവും ഷിയ മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഈ അസർബൈജാനിലുള്ളത്. ഇറാനിലും അങ്ങനെ തന്നെയാണ്. ഇതേ അസർബൈജാനുമായിട്ട് വളരെ അടുത്ത ബന്ധം നിലനിർത്തുന്ന ഒരു രാജ്യമാണ് ഈ ഇസ്രായേൽ എന്നുള്ളത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതായത് ഇപ്പോൾ ഈ ഗാസ ആക്രമണം നടന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ലോകത്താകമാനം മുസ്ലിം രാഷ്ട്രങ്ങളിൽ വലിയ ശക്തമായ പ്രതിഷേധങ്ങളും പ്രൊട്ടസ്റ്റ് മൂവ്മെന്റുകളൊക്കെ നടന്നിരുന്നു. പക്ഷേ ഏറ്റവും കുറച്ച് പ്രതിഷേധം നടന്ന ഒരു രാജ്യമായിരുന്നു അസർബൈജാൻ എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലല്ല, കഴിഞ്ഞ നവംബറിൽ ഈ ഇദ്ദേഹം അസർബൈജാന്റെ പ്രസിഡന്റ് ജർമ്മനിയിൽ മ്യൂണിക്കിൽ വെച്ച് ഇസ്രായേലി പ്രസിഡന്റുമായി ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട്. അതായത് ഒരു സുരക്ഷാ സമിതിയുടെ ഒരു അന്തർദേശീയ സമ്മേളനത്തിൽ ഇരുവരും കണ്ടുമുട്ടുന്നുണ്ട്. ഇതുമായിട്ട് ഈ സമയത്ത് ഒട്ടേറെ സുരക്ഷാ വിഷയങ്ങളുമായി ഇവർ ചർച്ച നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നാം മനസ്സിലാക്കുന്നത്. അതുമാത്രമല്ല, ഇസ്രായേലിന്റെ 60% ക്രൂഡ് ഓയിലിന്റെ നെസസിറ്റി അല്ലെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യുന്നത് അസർബൈജാനാണ്. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല, ഈയിടെ നടന്ന കഴിഞ്ഞ 2020 കോവിഡ് സമയത്ത് നടന്ന അസർബൈജാൻ അതേപോലെ തന്നെ അർമേനിയ കോൺഫ്ലിക്റ്റ് ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
അസർബൈജാൻ്റെ അയൽരാജ്യമാണ് അർമേനിയ. അപ്പോൾ അർമേനിയയെ തുർക്കി പിന്തുണയ്ക്കുന്നു. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇറാൻ പിന്തുണ കൊടുത്തിരുന്നത് ആ സമയത്ത് അർമേനിയ ആയിരുന്നു. അത് മാത്രമല്ല, കഴിഞ്ഞ ഒരു വർഷം മുമ്പ് വരെ ഈ ഇറാനും അസർബൈജാനും തമ്മിൽ നല്ല ബന്ധമായിരുന്നില്ല എന്നുള്ളത് നാം ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ ഈ അസർബൈജാനും ഇസ്രായേലും തമ്മിൽ അടുത്ത ബന്ധമാണുള്ളത്. അത് മാത്രമല്ല, ഇസ്രായേലി ഏജന്റുമാർക്ക് അസർബൈജാനിൽ വരാനും ഈ പരിപാടിയെക്കുറിച്ച് സൂക്ഷ്മമായിട്ട് അറിയാനും മുന്നേ റിപ്പോർട്ടുകൾ കിട്ടാനും അവർ തമ്മിലുള്ള സുരക്ഷാ കരാറുകൾ തമ്മിൽ സഹായിക്കുന്നുണ്ട്. അതുമാത്രമല്ല, ഒട്ടേറെ ഈ അസർബൈജാന്റെ ഏകദേശം 3/4 ഭാഗവും ആയുധങ്ങളും വെപ്പൺസും എല്ലാം സപ്ലൈ ചെയ്യുന്നത് ഇസ്രായേലാണ്. അത് മാത്രമല്ല, അതിന് പകരം അസർബൈജാൻ അവരുടെ ഓയിൽ സപ്ലൈ ചെയ്യുന്നത് കൂടുതലും ഇസ്രായേലിനാണ്. അങ്ങനെ വലിയൊരു റിലേഷൻ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചില വസ്തുതകളെല്ലാം നമ്മൾ വച്ച് നിരത്തി പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഇത് ഇത്തരത്തിലുള്ളൊരു ഓപ്പറേഷൻ തന്നെയാണ് എന്നുള്ളത് നാം മനസ്സിലാക്കാം. അത് മാത്രമല്ല, ഈ മേഖലയിൽ നിന്നും തുറന്ന പിന്തുണ, ഈ ഇസ്രായേലിന് പിന്തുണ നഷ്ടപ്പെടുകയില്ലെന്നും അങ്ങനെ ഒരു ആശങ്കയില്ല. ആരാണ് ഇസ്രായേലിനെ എതിർക്കാൻ ശ്രമിക്കുക? ലോകത്ത് ഇപ്പോൾ ബദൽ ശക്തികളായിട്ട് വരാൻ തയ്യാറാകുമെന്ന് നമ്മൾ വിചാരിക്കുന്ന ഒന്ന് ഇസ്രായേലിനെ സംബന്ധിച്ച് അത്ര ഒരു ബിഗർ മൂവ്മെന്റ് നടത്തുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള നയതന്ത്ര പ്രശ്നമൊന്നും അവർ ഭയപ്പെടുന്നില്ല. ഏതെങ്കിലും പിന്തുണ നഷ്ടത്തെക്കുറിച്ച് അവർക്ക് ഭയവും ഇല്ലെന്നാണ് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. അതായത് ചൈന, അതേപോലെ തന്നെ റഷ്യ, ഈ 2 രാഷ്ട്രങ്ങളും ഇസ്രായേലുമായിട്ട് അടുത്ത ബന്ധം തന്നെയാണുള്ളത്. അവർക്ക് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പോലും കഴിയില്ല. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഏറ്റവും ആധുനിക സാങ്കേതിക വിദ്യകൾ ഇവർ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇപ്പൊ പറഞ്ഞ പെഗാസസ് സ്പൈവെയർ, ഇന്ത്യയിലൊക്കെ ഉപയോഗിച്ചുള്ള പെഗാസസ് സ്പൈവെയർ ഈ അസർബൈജാൻ കാര്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഓക്കെ, ശരി. അഷ്റഫ് കടക്കൽ, ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് ഈ നഷ്ടം നേരത്തെ തുടങ്ങിയപ്പോൾ സിതാജ് ആലുവ പറഞ്ഞു, അതായത് ഇറാൻ സുപ്രീം ലീഡറുമായി ഏറ്റവും അടുപ്പമുണ്ടായിരുന്ന ആൾ, സുപ്രീം ലീഡർക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആൾ, അടുത്ത സക്സസർ എന്ന് പൊതുവെ വിചാരിക്കപ്പെട്ടയാൾ, ഇറാനിലെ ഒരു തിയോളജിക്കൽ സ്വഭാവമുള്ള നയപരിപാടികൾ ഏറ്റവും കർക്കശമായി നടപ്പിലാക്കിയിരുന്ന ഒരാൾ, ഇറാന് ഇപ്പോഴത്തെ അതിൻ്റെ ചലനത്തിൽ നേതൃത്വം വഹിക്കുന്ന ഒരാൾ, ആ നിലയ്ക്ക് അതിൻ്റെ ഭരണരൂപത്തിനകത്ത് എന്തുമാത്രം പ്രധാനപ്പെട്ട ആൾ, പ്രസിഡന്റ് ഓഫ് കോഴ്സ് ഒരു പ്രധാനപ്പെട്ട ആളാണ്. ഞാൻ ചോദിക്കുന്നത്, റയീസി എന്ന് പറയുന്ന നേതാവ്, അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്ര വഴി കൂടി നമുക്കറിയാം. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഇറാൻ്റെ ഒരു നഷ്ടം, അപ്രതീക്ഷിതമായ നഷ്ടം എന്തുമാത്രം ഫിൽ ചെയ്യാൻ കഴിയാത്തതാണ്. ഈ ഇബ്രാഹിം റയീസി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണ്. സുപ്രീം ലീഡറായിട്ടുള്ള അലി ഖാംനയുടെ ഏറ്റവും അടുപ്പക്കാരനാണ് എന്ന് തന്നെയല്ല, ഇറാനിലെ യാഥാസ്ഥിതിക വിഭാഗത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു നേതാവുമൊക്കെയാണ്. അതേസമയം ഇബ്രാഹിം റയീസിയുടെ കോൺട്രിബ്യൂഷൻസ് നമ്മൾ വിലയിരുത്തിയാൽ ഇറാൻ്റെ രാഷ്ട്രീയ, സാമ്പത്തിക, സാംസ്കാരിക, അന്തർദേശീയ ബന്ധങ്ങളിലടക്കമുള്ള കാര്യങ്ങളിൽ നിർണായകമായ ഒരു സംഭാവന അർപ്പിച്ചിട്ടുള്ളൊരു വ്യക്തിയല്ല ഇബ്രാഹിം റയീസി. കാരണം ഇറാന് ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ ഇബ്രാഹിം റയീസിയുടെ ഇലക്ഷൻ ട്രാക്ക് പരിശോധിച്ചാൽ 2017 ഹസൻ റുഹാനിയോട് അദ്ദേഹം പരാജയപ്പെട്ടു. ഏതാണ്ട് 54% വോട്ട് നേടി ഹസൻ റുഹാനിയാണ് ജയിച്ചത്. ഹസൻ റുഹാനി ഒരു പരിഷ്കരണവാദിയായിരുന്നു. 2021 ഇലക്ഷനിൽ ഇറാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ശതമാനമാണ് പോളിംഗ്, 48% പോളിംഗ് നടന്നു. അന്നത്തെ ഇലക്ഷനിൽ ഈ കാൻഡിഡേറ്റ്സിനെ യോഗ്യത നിശ്ചയിക്കുന്ന ഒരു പ്രത്യേക ആയത്തുള്ളമാരുടെ ക്ലർജിയുടെ ഒരു പ്രത്യേക സമിതിയുണ്ട്. അപ്പോൾ ആ സമിതി ഹസൻ റുഹാനിയെ അടക്കം ഡിസ്ക്വാളിഫൈ ചെയ്തിട്ട് തന്നെയല്ല, വളരെ വളരെ പ്രശസ്തരായ ഇറാനിലെ രാഷ്ട്രീയ നേതാക്കളിൽ നിന്നും വളരെ തുറന്ന സമീപനമുള്ള, പുരോഗമന കാഴ്ചപ്പാടുള്ള ഒട്ടനവധി കാൻഡിഡേറ്റ്സിനെ അയോഗ്യരാക്കിക്കൊണ്ടാണ് ആ ഇലക്ഷൻ നടന്നത്. അപ്പോൾ ആ 2021 ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു ഏകപക്ഷീയമായ സ്വഭാവമുള്ളൊരു ഇലക്ഷനിലാണ് ഇബ്രാഹിം റയീസി 48% വോട്ട് നേടി വിജയിക്കുന്നത്. അപ്പോൾ 48% ആകെ പോളിംഗ് തന്നെ നടന്നത്. അതിൽ നിന്ന് ഭൂരിപക്ഷം വോട്ട് അദ്ദേഹം നേടുന്നതും അതിനെ ഹസൻ റുഹാനി ചലഞ്ച് ചെയ്തിട്ടുമുണ്ട്. എന്ന് തന്നെയല്ല, അദ്ദേഹം ഇലക്ഷനിൽ ക്യാമ്പയിൻ ചെയ്ത പ്രധാനപ്പെട്ട 3 കാര്യങ്ങളിൽ ഒന്ന്
ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട സോഷ്യൽ മീഡിയയ്ക്കും മറ്റും കൂടുതൽ സ്വാതന്ത്ര്യം നൽകും, കറപ്ഷൻ തുടച്ചു നീക്കും, ഇൻഫ്ലേഷൻ നിയന്ത്രിക്കും. ഈ 3 വാഗ്ദാനങ്ങളായിരുന്നു ഇബ്രാഹിം റയീസി നൽകിയത്. ഈ 3 കാര്യങ്ങളിലും അദ്ദേഹം ഒരു വൻ പരാജയമായിരുന്നു എന്നുള്ളതാണ്. കാരണം ഇബ്രാഹിം റയീസി ഇൻസ്റ്റഗ്രാം നിരോധിച്ചു, സോഷ്യൽ മീഡിയയെ കൂടുതൽ നിയന്ത്രണ വിധേയമാക്കി. അതുപോലെ മഹ്സ അമീനിയുടെ കൊലപാതകത്തെ തുടർന്ന് അഥവാ അവിടുത്തെ മോറൽ പോലീസ് അറസ്റ്റ് ചെയ്യുകയും അവരെ അന്യായമായി തടങ്കലിൽ വെച്ച് പീഡിപ്പിച്ച് കൊല്ലപ്പെടുകയും ചെയ്തതിന് ശേഷമുള്ള ജനകീയ പ്രക്ഷോഭത്തെ ഇറാൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ജനാധിപത്യ വിരുദ്ധമായ സ്വഭാവത്തിലാണ് അദ്ദേഹം അടിച്ചമർത്തിയത്. അപ്പോൾ ഇറാനെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ്, ഇറാന് കഴിഞ്ഞകാല ഇറാൻ്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് ഒരുപാട് നേതാക്കന്മാരെ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ഇവിടെ പരാമർശിച്ച നജാദിയുണ്ട്, റഫ്സഞ്ചാനിയുണ്ട്, ഹസൻ റുഹാനിയുണ്ട്, മുഹമ്മദ് ഖാത്തമിയുണ്ട്, ഇപ്പോൾ ഇബ്രാഹിം റയീസി. അതിന് മുന്നേ ഉള്ള നേതാക്കന്മാരെ എടുത്താലും ഈ നേതാക്കന്മാരുടെ എല്ലാം പട്ടികയിൽ പെർഫോമൻസിൻ്റെ വിഷയത്തിൽ സാമ്പത്തിക മേഖലയിലായാലും മറ്റ് സ്വാതന്ത്ര്യം, ജനാധിപത്യം മുതലായ ആധുനിക മൂല്യങ്ങളോടുള്ള പ്രതിബദ്ധതയെ സംബന്ധിച്ചിട്ടുള്ള കാഴ്ചപ്പാടും നിലപാടും പരിശോധിച്ചാലും ഇറാൻ്റെ ഏറ്റവും മോശമായ ഭരണാധികാരികളിൽ ഒരാളാണ് ഇബ്രാഹിം റയീസി എന്ന് പറയേണ്ടി വരും. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിൽ ഇബ്രാഹിം റയീസിയുടെ നഷ്ടം എന്ന് പറയുന്നത് ഒരു നികത്താനാകാത്ത നഷ്ടമാണ് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഇറാൻ പൊളിറ്റിക്സിനകത്താണ് ഇപ്പോൾ പുതിയ തലമുറയിൽ ആയത്തുള്ള ഖാംനഈ ഈ സംഗതികളിലെല്ലാം ഇദ്ദേഹത്തെ സമ്പൂർണ്ണാർത്ഥത്തിൽ പിന്തുണയ്ക്കുകയാണ് ഉണ്ടായത് എന്ന് നമ്മൾ കണ്ടല്ലോ. ഇപ്പോൾ ഈ ഹിജാബുമായി ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റും അതിന് നേരെ നടന്നിട്ടുള്ള അതിക്രിയകളും അതിനെല്ലാം പിന്തുണയ്ക്കുകയും വൈദേശികമായി ഇറാൻ്റെ സ്ട്രക്ചറിനെ തകർക്കാൻ നടത്തിയ ഗൂഢാലോചന എന്നാണ് ഖാംനഈ അതിനെക്കുറിച്ച് പ്രതികരിച്ചത് നമുക്കറിയാം. അപ്പോൾ ആ ഭരണകൂടത്തിൻ്റെ സ്ട്രക്ചറിനകത്ത് അദ്ദേഹം ഒരു നിരക്കുള്ള വെല്ലുവിളി നേരിടുന്നില്ല എന്ന് മാത്രമല്ല ആത്മീയ നേതാവിൻ്റെ പിന്തുണയുമുണ്ട്. ആ നിലയ്ക്ക് ആത്മീയ നേതാവിന് ഏറ്റവും പ്രിയപ്പെട്ടയാൾ, അവരുടെ ഇപ്പോഴത്തെ സിസ്റ്റത്തിനകത്ത് ഏറ്റവും ഫിറ്റായാൾ, അങ്ങനെ ഒരാൾ നഷ്ടപ്പെടുന്നതിൻ്റെ പ്രശ്നം അവരുടെ ഒരു വഴക്കത്തിനകത്ത് ഉണ്ടാവുന്നില്ലെന്ന് ചോദിക്കായിരുന്നു ഞാൻ. അതർവൈസ് അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി, ജനസമ്മതി എന്നതും ഒരു വേറൊരു ഘടകമാണ്. ഇബ്രാഹിം റയീസിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു വലിയ നഷ്ടമാണ്. അവിടുത്തെ യാഥാസ്ഥിതിക വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ നഷ്ടമാണ് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അതേസമയം നമ്മൾ ഇറാനിലെ യൂത്തിനോടും പിന്നെ അക്കാഡമിക്സിനോടും വിദ്യാർത്ഥികളോടും സംസാരിച്ചാൽ ഇബ്രാഹിം റയീസി അവർക്ക് ഒരു പ്രതീക്ഷ നൽകിയ നേതാവല്ല എന്ന് അവരേറെക്കുറെ ഭൂരിപക്ഷം ആളുകളും സമ്മതിക്കും. പക്ഷേ അതിനൊരു ഒരു 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 അബറേഷൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതി, അദ്ദേഹത്തിൻ്റെ വിദേശകാര്യമന്ത്രി ഹുസൈൻ ആമിർ എന്ന് പറയുന്ന വ്യക്തി ഇദ്ദേഹത്തിൻ്റെ ഡെപ്യൂട്ടിയായും ഇദ്ദേഹത്തിൻ്റെ വലങ്കയായും പ്രവർത്തിച്ചതാണ്. ഡിപ്ലോമസിയിൽ ഇറാൻ്റെ ചരിത്രത്തിലെ അലി അക്ബർ വിലായത്തിക്ക് ശേഷം ഏറ്റവും കാര്യമായ സംഭാവനകൾ അർപ്പിച്ചിട്ടുള്ള വ്യക്തികളിൽ ഒരാളാണ്. അദ്ദേഹം ഒരു ഡിപ്ലോമാറ്റായിട്ട് ജീവിതം ആരംഭിച്ച ആളാണ് ഈ ഹുസൈൻ ആമിർ എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ മരണം ഒരു പക്ഷേ ഇബ്രാഹിം റയീസിയുടെ മരണത്തെക്കാൾ ഇറാൻ ഒരു വലിയ നഷ്ടമായിരിക്കുമെന്നാണ് വ്യക്തിപരമായി ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ സംഭാവനയായി കാണുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി, ട്രഡീഷണലി ശത്രുക്കളായിരുന്ന സൗദി അറേബ്യയുമായി നല്ലൊരു ബന്ധം പുനഃസ്ഥാപിക്കുന്നതിന് 2023 അതായത് 2021 ഇലക്ഷന് ശേഷം അദ്ദേഹം പ്രസിഡൻ്റായി വന്നതിന് ശേഷം സാധിച്ചു എന്നതാണ് ഇബ്രാഹിം റയീസിയുടെ ഏറ്റവും വലിയൊരു സംഭാവനയായി വിലയിരുത്തപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അത് ഇബ്രാഹിം റയീസിയുടെ താല്പര്യമായിരുന്നില്ല എന്നാണ് പശ്ചിമേഷ്യൻ വിദഗ്ധന്മാർ അന്നും ഇന്നും സൂചിപ്പിക്കുന്നത്. അതിലേറ്റവും നിർണായകമായ പങ്കുവഹിച്ചത് ഇന്നലെ കൊല്ലപ്പെട്ട ഹുസൈൻ ആമിർ എന്ന വിദേശകാര്യമന്ത്രിയാണ്. ആ വിദേശകാര്യമന്ത്രി അലി ഖാംനഈയുടെ കൂടെ താല്പര്യപ്രകാരമാണ് അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത്. അല്ലാതെ ഇബ്രാഹിം റയീസിയുടെ നാളിതുവരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഹാർഡ് ലൈൻ പൊസിഷനിൽ നിന്ന് ഒരു അണുവിട അദ്ദേഹം വ്യതിചലിച്ച ഒരു സംഭവമില്ല. 1980കളിൽ അദ്ദേഹത്തെ പിന്നെ ഒരു മരണപ്പെട്ട നേതാവാണെങ്കിലും ചരിത്രമായതിൻ്റെ പേരിൽ അപ്രിയ സത്യങ്ങൾ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്. അദ്ദേഹത്തെ മാധ്യമങ്ങൾ ബുച്ചർ ഓഫ് ഇറാൻ എന്ന് വിശേഷിപ്പിച്ചതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നൂറുകണക്കിന് പ്രതിപക്ഷ നേതാക്കന്മാരെ, വിമത സ്വരം പ്രകടിപ്പിച്ചവരെ അദ്ദേഹത്തിൻ്റെ ജുഡീഷ്യറിയുടെ സ്പെഷ്യൽ കമ്മിറ്റിയുടെ തലവൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം അവരെയെല്ലാം യഥാർത്ഥത്തിൽ വധശിക്ഷയ്ക്ക് വിധിക്കുകയായിരുന്നു. അങ്ങനെ നൂറുകണക്കിന്, ഒരുപക്ഷെ അതിൻ്റെ കൃത്യമായ എണ്ണം തന്നെ നമുക്ക് ലഭ്യമല്ല, നേതാക്കന്മാരെയും ഇൻ്റലക്ച്വൽസിനെയും
രാഷ്ട്രീയ നേതാക്കന്മാരെയും ഒക്കെ നിഷ്കാസനം ചെയ്യുന്നതിന് ഇദ്ദേഹം നേതൃത്വം വഹിച്ചിരുന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു വലിയ കറുത്ത പുള്ളി തന്നെയാണ്. രണ്ടാമത്തെ നമുക്ക് ഒരിക്കലും വളരെ ദുഃഖത്തോടെ മാത്രം ഓർക്കാവുന്ന ഒരു സംഗതിയാണ് മഹ്സ അമിനിയുടെ വധത്തെ തുടർന്ന് ഇറാനിലുണ്ടായ പ്രക്ഷോഭവും ആ പ്രക്ഷോഭത്തിൽ ക്യാമ്പസുകളിൽ നിന്ന് ഉയർന്നു വന്ന പ്രക്ഷോഭത്തെ യാതൊരു തരത്തിലുള്ള, അതായത് നിർദ്ദയം അടിച്ചമർത്തുകയും നൂറുകണക്കിന് ആളുകളെ പല നിലയ്ക്കും പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും ശക്തി ഉപയോഗിച്ച് ഇതേ രൂപത്തിൽ നിഷ്കാസനം ചെയ്തതിന് നേതൃത്വം കൊടുത്ത ഒരാളുമാണ്. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയെ നമ്മൾ വിലയിരുത്തുമ്പോൾ ഒന്നുകിൽ അദ്ദേഹം ഇറാൻ്റെ ഭരണനിർവഹണ രംഗത്ത് കാര്യമായ ഒരു സംഭാവന അർപ്പിച്ചിട്ടുള്ള ആളായിരിക്കണം, അതല്ലെങ്കിൽ ഇറാന് സുസ്ഥിരമായ ഒരു രാഷ്ട്രീയ സുസ്ഥിരത, പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി നൽകുന്നതിന് സംഭാവന ചെയ്ത ആളായിരിക്കണം. ഇതൊന്നുമല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങളോടും മനുഷ്യാവകാശങ്ങളോടും ഏതെങ്കിലും തരത്തിലുള്ള പ്രതിബദ്ധത കൽപ്പിച്ച ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും ആ നിലക്ക് പരിശോധിക്കുമ്പോൾ റയീസിയുടെ നഷ്ടം ഇറാനെ സംബന്ധിച്ച് വലിയ നഷ്ടമാണെന്ന് പറയാനാവില്ല എന്നാണ്. അല്ല, ഡോക്ടർ താജ് ആലുവ യോജിക്കുന്നുണ്ടോ അതിനോട്? അതിൽ കുറേ കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉപരോധങ്ങളിൽ നിന്നും വിമുക്തമാക്കി ഇറാനെ കൂടുതൽ തുറസ്സുള്ള രാജ്യമാക്കി മാറ്റുമെന്ന് അദ്ദേഹം വാഗ്ദത്തം ചെയ്തു, സാധ്യമായില്ല. കറപ്ഷൻ അടക്കമുള്ള സംഗതികൾ വാഗ്ദത്തം ചെയ്തു, സാധ്യമായില്ല. എന്ന് മാത്രമല്ല, പുതിയ തലമുറ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ ഒട്ടും സന്തുഷ്ടരായിരുന്നില്ല എന്ന പ്രശ്നം ചൂണ്ടിക്കാണിക്കുകയാണ്. അപ്പോൾ ആത്മീയ നേതാവിന് പ്രിയമുണ്ടായിരുന്ന ഒരു യാഥാസ്ഥിതികൻ എന്ന അപ്പുറത്തേക്ക് ഇറാനെ കൂടുതൽ ദൂരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ക്രിയാത്മകമായി ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല അദ്ദേഹത്തിന് എന്ന് അദ്ദേഹത്തിൻ്റെ മരണ ദിവസം നമ്മൾ നിർഭാഗ്യവശാൽ ഓർക്കേണ്ടി വരുന്നുണ്ടോ? അതായത് ഇറാനിലെ ഒരു പൊളിറ്റിക്കൽ സിസ്റ്റത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അവിടുത്തെ ഒരു രാഷ്ട്രീയ ഇക്കോസിസ്റ്റം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു പ്രസിഡന്റിനോ വിദേശകാര്യ മന്ത്രിക്കോ മാത്രം ഏതെങ്കിലും ഇനീഷ്യേറ്റീവ്, അവരുടേതായ ഇനീഷ്യേറ്റീവിൽ ചെയ്യാൻ കഴിയുന്ന ഒരു സംഗതിയാണ് എന്ന് എനിക്ക് വ്യക്തിപരമായി തോന്നുന്നില്ല. അതിനോട് മിക്കവാറും എൻ്റെ ഈ പാനലിലുള്ള ആളുകളും യോജിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതായത് എന്താണോ ആത്മീയ നേതാവ്, അവിടുത്തെ ഏറ്റവും പരമോന്നത ആത്മീയ നേതാവിനാണ് എല്ലാ കാര്യത്തിലും അവസാന വാക്ക്. അപ്പോ പ്രത്യേകിച്ച് ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട മനുഷ്യാവകാശ പ്രശ്നങ്ങളിൽ 88 ശേഷം, ഇറാൻ ഇറാഖ് യുദ്ധത്തിന് ശേഷം മുജാഹിദീൻ ഖൽക്ക് എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ സംഘത്തിന്റെ നേതാക്കൾ ഏതാണ്ട് 5000-ഓളം പേരെ കൊലപ്പെടുത്തി എന്ന് പറയുന്ന സംഗതി ആവട്ടെ, അതുപോലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ അടിച്ചമർത്തിയതാവട്ടെ, ഇതൊക്കെ തന്നെ ഒരു മൊത്തത്തിലുള്ള ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ പരമോന്നത നേതാവിന്റെ ആശീർവാദത്തോടു കൂടി നടപ്പാക്കുക എന്നത് മാത്രമാണ് അവിടുത്തെ പ്രസിഡന്റിനാകട്ടെ മറ്റ് ജുഡീഷ്യറിക്കാകട്ടെ ഒക്കെ ചെയ്യാനുള്ളത്. അപ്പൊ ആ ഒരു സിസ്റ്റത്തിൽ അവരുടെ ആജ്ഞകൾ അങ്ങനെ അപ്പടി അനുസരിക്കുകയും അക്ഷരം പ്രതി അതിനെ പൂർണ്ണമായി നടപ്പാക്കുകയും ചെയ്യുക എന്നതാണ് വാസ്തവത്തിൽ ഇബ്രാഹിം റയീസി ചെയ്തിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട സൗദി അറേബ്യയുമായിട്ടുള്ള ബന്ധത്തിൽ വിദേശകാര്യമന്ത്രിയാണ് അതിന് പ്രാധാന്യം കൊടുത്തത്, അല്ലെങ്കിൽ അദ്ദേഹമാണ് അതിന് മുൻകൈ എടുത്തത് എന്നതും ആ ഒരു അർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ തീരുമാനമാണ്, ഒരു ഉന്നത രാഷ്ട്രീയ തീരുമാനമാണ്, സ്ട്രാറ്റജിക് മൂവ്മെന്റ് ആണ്. അതും അതിന്റെ പിന്നിലും പരമോന്നത നേതാവ് തന്നെയാണ്. അപ്പോ ഈ വിഷയത്തിലൊക്കെ തന്നെ വ്യക്തിപരമായി നമ്മൾ ഏതെങ്കിലും അർത്ഥത്തിലുള്ള നേട്ടങ്ങളെ ചിലത് ഇദ്ദേഹത്തിന്റെ പേരിൽ ആരോപിക്കുക, മറ്റു ചിലത് വേറെ ആരുടെയെങ്കിലും ഒക്കെ പേരിൽ ആരോപിക്കുക എന്നതിനപ്പുറം മൊത്തത്തിൽ ഇറാൻ ഇപ്പൊ നമ്മൾ നോക്കൂ, ഈ 2 പ്രധാനപ്പെട്ട നേതാക്കൾ വധിക്കപ്പെട്ട സന്ദർഭത്തിൽ അലി ഖാംനയി പറഞ്ഞിട്ടുള്ളത് ജനങ്ങൾ ഇറാനെ സംബന്ധിച്ച് അസ്വസ്ഥരാകേണ്ടതില്ല, നമ്മുടെ രാഷ്ട്രം ഭരണകൂടം അത് അതിന്റെ ഏറ്റവും ഒരു തരത്തിലുള്ള സ്റ്റോപ്പും ഈ ഭരണകൂടത്തിന്റെ നടപടിക്രമങ്ങളിലോ മുന്നോട്ട് പോക്കിലോ ഉണ്ടാകില്ല, മറിച്ച് അത് എല്ലാം സ്മൂത്തായി മുന്നോട്ട് പോകും എന്ന് പറയുന്നിടത്തോളം അങ്ങനെ തന്നെയാണ് ഇറാനിലെ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ എന്ന് പറയുന്നത്. അവിടുത്തെ ഒരു ഇക്കോ സിസ്റ്റം അങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. പിന്നെ വരുന്നത് ഈ ഭരണാധികാരികളുടെ ഏതെങ്കിലും അർത്ഥത്തിലുള്ള അവർ മുന്നിട്ട് ഇറങ്ങി അല്ലെങ്കിൽ അവർ നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുന്ന പരിഷ്കരണ പ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു പരിധിയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും വ്യക്തിപരമായി തങ്ങളുടെ അജണ്ടകൾ മുന്നോട്ട് നീക്കാൻ പരിഷ്കരണ മേഖലയിലാകട്ടെ മനുഷ്യാവകാശങ്ങളുടെ വിഷയത്തിലാകട്ടെ ഒക്കെ അത്തരം ആളുകൾക്ക് സാധിക്കും എന്ന് എനിക്ക് പ്രത്യേകമായിട്ട് എടുത്തു പറയാൻ സാധിക്കില്ല. പക്ഷെ ഈ ഒരു ഘട്ടത്തിൽ ഇതിന്റെ പ്രത്യേകിച്ച് ഈ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രസിഡന്റും വിദേശകാര്യ മന്ത്രിയും വധിക്കപ്പെട്ടതാണ്, അല്ലെങ്കിൽ അവർ ഒരു ദുരന്തത്തിനിരയായതാണ്, ഒരു മെക്കാനിക്കൽ ഫാൾട്ടിന്റെ ഭാഗമായിട്ട് ഹെലികോപ്റ്റർ തകർന്നുണ്ടായ ഒരു അപകടത്തിൽ അവർ കൊല്ലപ്പെട്ടു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഇറാനിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഇപ്പൊ ഇവിടെ നേരത്തെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഇസ്രായേലാണ് ഇതിന്റെ പിന്നിൽ എന്ന് നമ്മൾ തീർപ്പാക്കിയാൽ
നമുക്ക് സ്വാഭാവികമായിട്ട് സംശയം ഉണ്ടാകും. അല്ലെങ്കിൽ അതിനെ തുടർന്നുള്ള ഒരു ചർച്ച എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇസ്രായേലിന് ഇതിൽ നിന്ന് ബെനിഫിറ്റ് ഉണ്ടാവുക. ആ അർത്ഥത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഇസ്രായേലിന് യാതൊരു ബെനിഫിറ്റും ഇല്ലാത്ത ഒരു സംഗതിയാണ് ഇതെന്ന് കാണാൻ സാധിക്കും. കാരണം ഇവരുടെ വധം മുഖേന അല്ലെങ്കിൽ ഇവർ ഈ രംഗത്ത് നിന്ന് ഇല്ലാതാവുക മുഖേന ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേലിന് ഒരു നേട്ടം ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ഞാൻ കരുതുന്നില്ല. പ്രത്യേകിച്ച് അത്തരം റിപ്പോർട്ടുകൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും അതുപോലെ വിദേശ മാധ്യമങ്ങളൊക്കെ അത് പറഞ്ഞ് തീർച്ചയായും അവർ അത്തരം അവലോകനങ്ങൾ നടത്തുന്നുണ്ട്. ഇസ്രായേലിന് ഇതിൽ നിന്നൊരു ആ അർത്ഥത്തിൽ ഒരു ബെനിഫിറ്റ് ഇല്ല. കാരണം ഇറാന്റെ ഇക്കോസിസ്റ്റത്തിൽ, പൊളിറ്റിക്കൽ ഇക്കോസിസ്റ്റത്തിൽ യാതൊരു തരത്തിലുള്ള ഒരു സ്വാധീനമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗ്യാപ്പോ ഉണ്ടാക്കാൻ ഈ മരണങ്ങൾക്ക് ഇത് വധശ്രമമാണ് അല്ലെങ്കിൽ ഇതൊരു വധം കൊലപാതകമാണ് എന്ന് വെച്ചാൽ തന്നെ അതിന് സാധിക്കില്ല. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ ഒരു ഫുൾ വാറിലേക്ക്, ഒരു ഡയറക്റ്റ് കോൺഫ്ലിക്റ്റിലേക്ക് ഇസ്രായേലിനെ വലിച്ചിടക്കുന്ന ഇത്തരം ഒരു നടപടിയിലേക്ക് ഇസ്രായേൽ തന്നെ നീങ്ങും എന്ന് നമുക്ക് കരുതാൻ. ഞാൻ ചോദിക്കുന്നത് ഇസ്രായേൽ ഇറാൻ അകത്ത് ഒരുതരം ആത്മവിശ്വാസക്കുറവ്, അതിൻ്റെ ഒരു കരുത്തിനകത്തൊരു ശൈഥില്യാവസ്ഥ ഉണ്ടാക്കാൻ കഴിയില്ലേ? നമ്മളിപ്പോൾ ഇസ്രായേലിനെ സംശയിക്കുന്നതിൻ്റെ കാരണം ഇസ്രായേലിൽ അവരുടെ ടോപ്പ് ഒഫീഷ്യൽസ് ആയിട്ടുള്ള ആളുകളെ എത്രയോ പേരെ കൊന്ന പാരമ്പര്യമുള്ള ആ ഒരു സീരീസ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ്. അവർ ഫലസ്തീനിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കൊല്ലുന്നു, ഇറാനിലെ പ്രധാനപ്പെട്ട നേതാക്കളെ കൊല്ലുന്നു. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കീ പൊസിഷനിലിരിക്കുന്ന ആളുകളെ, യാസർ അറാഫാത്തിൻ്റെ കൊലപാതകത്തിൽ പോലും അവർക്ക് പങ്കാളിത്തം ഉണ്ടെന്നുള്ള ആരോപണം സജീവമാണ്. കീ പൊസിഷനിലിരിക്കുന്ന ആളുകളെ വിദേശത്ത് പോയി കൊല്ലുക എന്നത് ഒരു ചര്യയാക്കി മാറ്റിയ ഒരു രാജ്യം, അങ്ങനെ നേരിട്ടുള്ള അറ്റാക്കിലൂടെ അല്ലാതെ അടിയിലൂടെ അവരെ ദുർബലപ്പെടുത്തുക എന്ന ഒരു നയമുള്ള രാജ്യം, അവർ ഇത് ചെയ്ത് കളയാൻ സാധ്യതയില്ല എന്ന് നമ്മൾ അഡമൻ്റായി വിചാരിക്കുന്നതിൽ കഥയുണ്ടെന്ന് ചോദിക്കുക ഞാൻ. അതായത് മൊസാദിന്റെ പ്രവർത്തനം പ്രത്യേകിച്ച് നമുക്ക് കാണാൻ സാധിക്കും. വളരെ സ്വതന്ത്രമായി മൊസാദ് മേഞ്ഞു നടക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ എന്ന് നമുക്ക് നിഷ്പക്ഷം അല്ലെങ്കിൽ വളരെ ഒരു സംശയമില്ലാതെ പറയാൻ സാധിക്കും. നോക്കൂ, പിന്നെ അവരുടെ ആണവശാസ്ത്രജ്ഞനായിട്ടുള്ള മുഹ്സിൻ ഫഖ്രിസാദ്, അതുപോലെ തന്നെ മറ്റ് ഏതാണ്ട് 15ഓളം ആണവശാസ്ത്രജ്ഞരെ കൊന്നത്, അതുപോലെ ഇസ്രായേലിനെ എതിർക്കുന്ന പല രാഷ്ട്രീയ നേതൃത്വത്തെ അടക്കം റവല്യൂഷണറി ഗാർഡിനോട് ബന്ധമുള്ള ആളുകളെയൊക്കെ പരസ്യമായി അവരെ വിചാരണ ചെയ്യുന്ന രൂപത്തിൽ, അതല്ലെങ്കിൽ അവരെ ഒരു കുറ്റവിചാരണ നടത്തുന്ന രൂപത്തിലൊക്കെ ഉള്ള ഓപ്പറേഷനുകൾ നടത്തിയിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ കൊന്നത് വളരെ വളരെ ഏറ്റവും സാങ്കേതികമായ അർത്ഥത്തിൽ ഏറ്റവും ഉന്നതമായ രീതിയിലുള്ള ഒരു റോബോട്ടിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു ട്രക്കിൽ ആ റോബോട്ടിനെ വെച്ചുകൊണ്ട് അവിടുന്ന് വിക്ഷേപിച്ച ഒരു മിസൈൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു പ്രധാനപ്പെട്ട നേതാവിനെ വകവരുത്തിയിട്ടുണ്ട്. അപ്പോൾ മൊസാദിന് ഒരു ഫ്രീ ഹാൻഡ് ഉള്ള രാജ്യമാണ് ഇസ്രായേൽ, ഇറാൻ എന്ന് പറയുന്നത്. അങ്ങനെ ടെഹ്റാനിൽ അടക്കം ധാരാളം ഇപ്പൊ ഈ ഏറ്റവും അടുത്ത് നടന്ന ഈ ഇസ്രായേലിലേക്ക് ഇറാൻ ആക്രമണം നടത്തുന്നതിന് മുമ്പ് തന്നെ അവർ നടത്തിയ പല ഓപ്പറേഷനുകളിലും ഈ ഇസ്രായേൽ വളരെ വ്യക്തമായി മൊസാദിന്റെ ഒരു മേധാവിത്വം, അവരുടെ ഒരു ഫ്രീ റെയിൻ എന്ന് പറയുന്നത് തെളിയിച്ച രാഷ്ട്രമാണ്. ആ അർത്ഥത്തിൽ ഈ ഒരു ആക്രമണത്തിലൂടെ അല്ലെങ്കിൽ പ്രസിഡന്റിനെ കൊലപ്പെടുത്തുന്നതിലൂടെ അല്ലെങ്കിൽ വിദേശകാര്യമന്ത്രിയെ കൊലപ്പെടുത്തുന്നതിലൂടെ ഏതെങ്കിലും അർത്ഥത്തിൽ ഇറാന്റെ അകത്തുള്ള ഒരു മൊറൈലിനെ തകർക്കാനോ അതല്ലെങ്കിൽ ഇറാന്റെ ഏതെങ്കിലും അർത്ഥത്തിൽ ദുർബലപ്പെടുത്താനോ പ്രത്യേകിച്ച് ഇസ്രായേലിന് സാധിച്ചുകൊള്ളണമെന്നില്ല. കാരണം അവർക്ക് അത് അറിവുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ നടത്തുന്നത്. പക്ഷെ അതേ സന്ദർഭത്തിൽ സ്വാഭാവികമായിട്ടും ഇസ്രായേലിന് ഒരു ആഘോഷത്തിനുള്ള ഒരു അവസരം ലഭിക്കും. അങ്ങനെയാണെങ്കിൽ അവർ ഇത് ഏറ്റെടുക്കണമായിരുന്നു. ത്തിൽ ഞങ്ങളാണ് ഈ വധത്തിന് പിന്നിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് സിറിയൻ കോൺസുലേറ്റിൽ അവർ നടത്തിയ ഡിപ്ലോമാറ്റിക് മിഷനിൽ അവർ നടത്തിയ ആക്രമണത്തെ കുറിച്ച് അത് പറയാതെ അവർ പറഞ്ഞത് അത് ഞങ്ങളാണ് അതിന്റെ പിന്നിൽ എന്നത് തന്നെ വളരെ വ്യക്തമായി ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്ന രൂപത്തിലാണ് ആക്രമണം നടത്തിയത്. അപ്പോൾ ഒരു നേട്ടമായിട്ട് ഇസ്രായേലിന് ഇത് വരണമെങ്കിൽ ഇതൊരു ആഘോഷത്തിന്റെ രൂപത്തിൽ ഞങ്ങളുടെ പിന്നിലുള്ള അല്ലെങ്കിൽ ഞങ്ങളാണ് ഇതിന്റെ പിന്നിൽ എന്ന് വരുത്തി തീർക്കുക എന്നതാണ് വാസ്തവത്തിൽ ഇസ്രായേലിന് ഇതിനകത്ത് ചെയ്യേണ്ടത്. പക്ഷെ അതേ സന്ദർഭത്തിൽ ഈ ഒരു വിഷയത്തിൽ അങ്ങനത്തെ ഒരു നിലപാട് ഇസ്രായേൽ എടുത്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇതിൽ നിന്ന് പരമാവധി അകലം പാലിക്കാൻ അവർ ശ്രമിക്കുന്നു. അപ്പോ ഒരു നിഗൂഢമായ ഒരു ഓപ്പറേഷൻ, ഒരു കവേർട്ട് ഓപ്പറേഷനിലൂടെ അവിടുത്തെ പ്രസിഡന്റിനെയും വിദേശകാര്യമന്ത്രിയെയും കൊലപ്പെടുത്തിയത് കൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിലുള്ള ഒരു രാഷ്ട്രീയ നേട്ടം ഇസ്രായേലിന് ആ അർത്ഥത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഇസ്രായേൽ ആ നിലയ്ക്ക് ഇസ്രായേലിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകുന്നതിൽ ചില യുക്തി പ്രശ്നങ്ങളുണ്ട് എന്ന കാര്യം പറയാണ് ജാബിർ. ഇവിടെ ഇറാനെ സംബന്ധിച്ച് ഇറാൻ ഈ സമീപ ചരിത്രം പരിശോധിച്ചാൽ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളുടെ കണക്ക് വളരെ വലുതാണ്.
ഒരു സ്വതന്ത്ര പരമാധികാര രാജ്യം എന്ന നിലയ്ക്ക് അവരുടെ എന്ന പരിഗണന പോലും ഇല്ലാതെ അവരുടെ കോൺസുലേറ്റ് ആക്രമിക്കപ്പെടുന്നു, അവരുടെ ആണവശാസ്ത്രത്തിൽ കൊല്ലപ്പെടുന്നു, അവരുടെ സൈനിക മേധാവി കൊല്ലപ്പെടുന്നു, സൈനിക മേധാവി കൊല്ലപ്പെട്ടതിൻ്റെ വാർഷിക പരിപാടിക്കിടെ ബോംബ് സ്ഫോടനം ഉണ്ടായ ആൾ കൊല്ലപ്പെടുന്നു. എന്നിട്ടൊന്നും ആ നിലയ്ക്ക് മറ്റേതെങ്കിലും ഒരു ശക്തി രാജ്യത്തിനുണ്ടായാൽ, സമാനമായ സംഗതി ഉണ്ടായാൽ അവർക്ക് അവരുടെ പ്രതികരണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ ഇറാനെ കൊണ്ട് കഴിയുന്നില്ല. ഇറാൻ നമുക്കറിയാം, ഇറാൻ വലിയ ഉപരോധത്തിൻ്റെ നടുവിലാണ്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അങ്ങനെ ഒരു ഇറാനെ സംബന്ധിച്ച് ഇറാന് ഒരു ഫുൾ ഫ്ലെഡ്ജ് യുദ്ധത്തിലേക്കോ ഒരു ശക്തി രാജ്യവുമായി ഏറ്റുമുട്ടാനോ കഴിയാത്ത പ്രതിസന്ധിയുണ്ട്. അതേ പ്രതിസന്ധി ഈ കാര്യത്തിലും ആവർത്തിക്കുമോ? ശരി, ഇതുവരെ വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടില്ല. പക്ഷേ ഇതിനിപ്പോൾ ഒരു മൊസാദ് ഓപ്പറേഷൻ, ഇസ്രായേൽ ഓപ്പറേഷനാണ് എന്നതിൻ്റെ സൂചനകളോ മറ്റോ വന്നാലും ഒരു പൂർണ്ണതോതിലുള്ള പ്രതികരണത്തിന് സാധ്യം കഴിയാത്ത വിധമുള്ള പരിമിതി സത്യത്തിൽ ഇറാന്റെ മുമ്പിലുണ്ടോ? ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇറാൻ വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അത് മാത്രമല്ല, നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ ഒട്ടേറെ സാമ്പത്തിക ഉപരോധങ്ങളും മറ്റ് നഷ്ടങ്ങളും സഹിച്ചുകൊണ്ടാണ് ഇറാൻ ഇവിടെ നിലനിൽക്കുന്നത്. അപ്പൊ ഈ ഒരു അർത്ഥത്തിലുള്ള ഒരു മുമ്പ് ഇവിടെ താജാലുവൊക്കെ സൂചിപ്പിച്ച പോലെ ഒരു ആക്സിസ് ഓഫ് ഈവിളിന്റെ ഭാഗമായിട്ട് ഇറാൻ വരുന്നത് എപ്പോഴാണ് എന്നുള്ളതൊരു ചോദ്യമാണ്. അതായത് ഇറാൻ എപ്പോഴാണ് ഒരു പ്രതിപക്ഷ രാഷ്ട്രമായിട്ട് മാറുന്നത് എന്നുള്ളത് പലരും ചിന്തിക്കാത്തൊരു വിഷയമാണ്. യഥാർത്ഥത്തിൽ ഈ പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിൽ ആദ്യമായി തന്നെ ഒരു ആധുനികവൽക്കരണം, ഒരു ആധുനിക രാഷ്ട്രമാവാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം തുടങ്ങുന്ന ഒരു രാഷ്ട്രങ്ങളിൽ ഒന്നാണ് ഇറാൻ. അപ്പോൾ പക്ഷെ ആദ്യം മുതലേ അതിനെ തകർക്കുന്ന അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നമ്മൾ കാണുന്ന, നമുക്ക് ചരിത്രം പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. 1906 മുതൽ 1911 വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇറാനിൽ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെവല്യൂഷൻ നടക്കുന്നുണ്ട്. ഒരു ഭരണഘടനാ വിപ്ലവം, ഭരണഘടന സ്ഥാപിക്കണം, ഇറാനിയൻ ജനങ്ങളുടെ ഒരു സ്വത്വം നിലനിർത്തണം, അല്ലെങ്കിൽ ജനങ്ങൾക്ക് സമാധാനവും അല്ലെങ്കിൽ ഒരു സുരക്ഷിതമായിട്ടുള്ള ജീവിത സാഹചര്യം വേണം എന്നുള്ളൊരു ഒരു അതിനു വേണ്ടിയിട്ടുള്ള ഒരു വിപ്ലവം അവിടെ നടക്കുന്നുണ്ട്. ഒരർത്ഥത്തിൽ അത് കുറേയൊക്കെ വിജയിക്കുകയും ചെയ്യുന്നുണ്ട്. ഖാജാർ ഡൈനാസ്റ്റി ഇറാൻ ഭരിക്കുന്ന കാലഘട്ടത്തിലായിരുന്നു. ആ സമയത്ത് തന്നെ ബ്രിട്ടന്റെയും അല്ലെങ്കിൽ റഷ്യയുടെയും ശക്തമായ പ്രതിരോധ അല്ലെങ്കിൽ ഇടപെടലുകൾ ഈ ഇറാനിൽ നടക്കുന്നുണ്ട്. അതിനുശേഷം ഇറാൻ ഈ ഖാജാർ ഡൈനാസ്റ്റിക്ക് ശേഷം വീണ്ടും ഒരു പെഹ്ലവി ഡൈനാസ്റ്റി, അതായത് ഒരു പുതിയൊരു രാജഭരണകൂടത്തിലേക്ക് പോവുകയും അത് 1925 ആണ് അത് വരുന്നത്. അതിനെ തുടർന്ന് അമേരിക്ക ഈ മേഖലയിൽ ഇടപെടുകയും അമേരിക്കയുടെ ഒരു സുഹൃത്ത് രാജ്യമായിട്ട് മാറുകയും ഈ ഒരു സമയത്ത് ഈ രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. ഇറാൻ ഒരു പ്രതിപക്ഷത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമല്ല. 1950 ഒരു ഇറാന്റെ ചരിത്രത്തിൽ, ആധുനിക ഇറാന്റെ ചരിത്രത്തിൽ വലിയൊരു വിഷയം, ഒരു പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രശ്നം അവിടെ നടക്കുന്നുണ്ട്. അതായത് ഒരു ദേശീയവാദിയായിരുന്ന മുഹമ്മദ് മുസദ്ദിഖ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, മഹാത്മാഗാന്ധിയുടെ ഒരു ആരാധകനായിരുന്നു, മഹാത്മാഗാന്ധിയിലെല്ലാം വിശ്വസിച്ചിരുന്ന മുഹമ്മദ് മുസദ്ദിഖിന്റെ ഒരു ഭരണകൂടം അവിടെ ഇറാനിൽ വരികയും ഇറാൻ അതിന്റെ ഒരു പേർഷ്യൻ സ്വത്വം വീണ്ടെടുക്കുകയും അവിടെയുള്ള ഓയിൽ കമ്പനികളെല്ലാം ദേശസാൽക്കരിക്കുകയും ഇറാൻ ഒരു സ്വയം നിലനിൽക്കുന്ന ഒരു രാഷ്ട്രമായിട്ട് മാറുകയും, അതായത് പാശ്ചാത്യ പിന്തുണയില്ലാതെ സ്വയം നിലനിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കാലഘട്ടത്തിൽ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് CIA നേരിട്ടുള്ള ഒരു ഓപ്പറേഷനിലൂടെ 1953 മുഹമ്മദ് മുസദ്ദിഖിനെ 3 വർഷത്തിന് ശേഷം അട്ടിമറിച്ച് ആ ഭരണകൂടത്തെ പുറന്തള്ളുകയാണ് ചെയ്തത്. ഇത് CIA ഓപ്പറേഷൻ ആയിരുന്നു, CIA അട്ടിമറിച്ചതായിരുന്നു ആ സർക്കാർ എന്നുള്ളത് CIA തുറന്ന് സമ്മതിക്കുക. എന്നാണെന്നറിയോ, ഈ 2013 എത്രയോ വർഷങ്ങൾക്ക് ശേഷം, അതായത് നമ്മൾ കേരളത്തിലുള്ള ആദ്യത്തെ EMS സർക്കാരിനെ CIA അട്ടിമറിച്ചത് അത് നമ്മൾ തിരിച്ചറിഞ്ഞ വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. അതുപോലെ തന്നെയായിരുന്നു ഇറാനിൽ സംഭവിച്ചത്. അപ്പോൾ അത് അങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പോൾ ഈ അട്ടിമറിക്ക് ശേഷം വീണ്ടും അമേരിക്ക എന്താണ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഉണ്ടായിരുന്ന പഴയ സ്വേച്ഛാധിപതിയായ രാജാവിനെ വീണ്ടും അവിടെ സ്ഥാപിക്കുകയായിരുന്നു, അതായത് മുഹമ്മദ് റിസ ഷാ പെഹ്ലവിയെ. ഇതിനെ തുടർന്ന് അമേരിക്ക വീണ്ടും ഈ ഇറാന്റെ അടുത്ത സുഹൃത്ത് രാജ്യമാകുകയും കടുത്ത സ്വേച്ഛാധിപത്യ നയങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ജനങ്ങൾ വിലക്കയറ്റവും തൊഴിലില്ലായ്മ അങ്ങനെയുള്ള ജനങ്ങളുടെ ജീവിതം എല്ലാ രീതിയിലും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലേക്ക് അത് പോവുകയും ചെയ്ത കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മൾ ഇതുവരെ ഹാർഡ് ലൈനർ അല്ലെങ്കിൽ യാഥാസ്ഥിതികർ എന്നൊക്കെ പറഞ്ഞ ഈ ഖുമൈനി അല്ലെങ്കിൽ മതപുരോഹിതന്മാരെല്ലാം രാഷ്ട്രീയത്തിലേക്ക് മുൻകൈ എടുത്തു വരുന്നത് അതിനുശേഷമാണ്. 1950 60 ശേഷമാണ്. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. സാധാ അവരുടെ സ്വന്തം സ്വത്വം നിലനിർത്തി അവര് ജനാധിപത്യത്തിലും നീതിയിലും
അവരുടെ ഒരു രാഷ്ട്രീയ ആവിഷ്കാരം നടത്താൻ ശ്രമിക്കുന്ന കാലഘട്ടത്തിൽ അവരെ ഇല്ലായ്മ ചെയ്ത് അവരെ ഒരു യാഥാസ്ഥിതിക വിഭാഗത്തിന് വിട്ടുകൊടുത്ത് ആ യാഥാസ്ഥിതിക വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ ഇറാനിൽ വിപ്ലവം നടക്കുന്നു. ആ വിപ്ലവമാണ് ഈ സ്വേച്ഛാധിപത്യ ഷാ ഭരണകൂടത്തെ പുറന്തള്ളുന്നത്. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലും ഈ അമേരിക്കയും ബ്രിട്ടനും എല്ലാം ഈ ഇറാന്റെ ശത്രു ആകുന്നത് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ എന്താണ് ഈ പാശ്ചാത്യ രാഷ്ട്രീയത്തിന് വേണ്ടത് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ധാർമ്മിക രാഷ്ട്രീയ ചോദ്യം ഇവിടെയുണ്ട്. അതായത് ഇസ്രായേലിനെയും അമേരിക്കയും പിന്തുണയ്ക്കുന്ന കുറെ രാഷ്ട്രങ്ങളാണെങ്കിൽ അവർക്ക് ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒരു ജനാധിപത്യ, നിങ്ങൾക്ക് ഈ മിഡിൽ ഈസ്റ്റിൽ അല്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ ഏതെങ്കിലും ഒരു ജനാധിപത്യ രാഷ്ട്രത്തിൽ നിങ്ങൾ കാണിച്ചു തരാൻ കഴിയുമോ? എന്താണ് ഒരു ജനാധിപത്യ രാഷ്ട്രം ഈ മിഡിൽ ഈസ്റ്റിൽ ഉണ്ടാകാത്തത്? ഏതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ ഒരു ജനാധിപത്യ വിപ്ലവത്തിന്റെ അല്ലെങ്കിൽ മനുഷ്യാവകാശങ്ങളുടെ ചോദ്യങ്ങൾ ഉയർത്തുകയും ജനാധിപത്യ മൂവ്മെന്റുകൾ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ അതൊരു ജനാധിപത്യ വിപ്ലവത്തിലേക്ക് നയിക്കും. ഇപ്പൊ ഈജിപ്തിൽ നമ്മൾ കണ്ടതാണ്, അവിടെ ജനാധിപത്യ ഭരണകൂടമുണ്ട്, ഒരു വർഷത്തിനകം തന്നെ അതിനെ അട്ടിമറിച്ച് പഴയതുപോലേക്ക്. അപ്പൊ അങ്ങനെയുള്ള രാഷ്ട്രീയ ധാർമ്മികത ഇല്ലാത്ത എല്ലാം പാശ്ചാത്യ അനുകൂലമായിട്ടുള്ള ഒരു വ്യവസ്ഥിതി നിലനിർത്തുക എന്നുള്ളത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഈ ഒരു വിഷയം നമ്മൾ ഈ കാര്യത്തിൽ മറന്നു പോകാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഡോക്ടർ അഷ്റഫ് കടക്കൽ, ഈ റയീസി എന്ന് പറഞ്ഞ നേതാവ് കൊല്ലപ്പെടുന്നു, അവരുടെ വിദേശകാര്യമന്ത്രി കൊല്ലപ്പെടുന്നു. പക്ഷെ നേരത്തെ ഈ പാനലിൽ തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു സംഗതിയും, ഇറാൻ മുന്നോട്ട് പോകുന്നത് അതിൻ്റെ ഒരു തിയോളജിക്കലായിട്ടുള്ള ഒരു എക്കോസിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ടാണ്. അതിൻ്റെ പരമാധികാരി എന്ന് പറയുന്നത് പ്രസിഡന്റ് തെരഞ്ഞെടുക്കപ്പെടുന്ന സംവിധാനം ഉണ്ടെങ്കിലും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ എന്ന് പറയുന്ന ആയത്തുള്ള ഖാംനയി അവിടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ നടപ്പിലാക്കപ്പെടുന്നു. റയീസിക്കെതിരായി ഉയർന്നു വരുന്ന വിമർശനങ്ങളെപ്പോലും നേരത്തെ താജ് ആലുവ പറഞ്ഞത്, ഇപ്പോൾ അദ്ദേഹം സ്പെഷ്യൽ ജുഡീഷ്യറിയുടെ തലപ്പത്തിരുന്നു കൊണ്ട് ഈ ജനാധിപത്യ ആശയക്കാരെ, ഇടതുപക്ഷക്കാരെ കൊന്നൊടുക്കി. അതിനെ അദ്ദേഹം ജസ്റ്റിഫൈ ചെയ്യുന്നത് മേൽത്തട്ട് നിർദ്ദേശം പാലിക്കുക എന്നത് മാത്രമാണ് ചെയ്തത് എന്നാണ്. അപ്പോൾ ആ നിലയ്ക്ക് അതിൻ്റെ ശരിക്കും ഇറാനെ കൺട്രോൾ ചെയ്യുന്നത് വേറെ ഒരു സംഗതിയാണെന്നിരിക്കെ നേതാക്കൾ പോവുകയും വരികയും ചെയ്യുക എന്നത് അതിൻ്റെ മുന്നോട്ട് പോക്കിനെ, അതിൻ്റെ അധികാരഘടനയെ ഏതെങ്കിലും നിലയ്ക്ക് ബാധിക്കുകയോ ഡിസ്റ്റേബ് ചെയ്യുകയോ ചെയ്യുന്ന കാര്യമാണോ സത്യത്തിൽ? ശത്രുക്കൾക്ക് ഇനിയിപ്പോൾ ഒരു പ്രസിഡന്റിനെ കൊന്ന് ഇറാനെ ഒന്ന് ദുർബലപ്പെടുത്തി കളയാം, ഇറാനെ ഒന്ന് വഴിതിരിച്ച് കളയാം, ഇറാൻ്റെ നയപരിപാടികൾ മാറ്റിക്കളയാം എന്ന് വിചാരിക്കുന്നതിൽ അപാകതയുണ്ടോ? അല്ലെങ്കിൽ അതൊരു അതിമോഹമാണോ ചോദിക്കുക? അല്ല, അവിടെ അതിന് ഡോക്ടർ താജ് ആലുവ പറഞ്ഞത് ഞാൻ പൂർണ്ണമായും യോജിക്കുന്നു. എങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി, അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം വളരെ ക്ലിയറാണ്. പിന്നെ വിലായത്തെ ഫക്കീഹ് എന്ന സുപ്രീം ലീഡർ ഹുമൈനിക്ക് ശേഷം അലി ഖാംനായി. അപ്പോൾ ഇനി പാർലമെൻ്റ് അല്ല, ഗാർഡിയൻ കൗൺസിലല്ല, ഏത് സമിതി എന്ത് തീരുമാനം പ്രഖ്യാപിച്ചാലും അതിൻ്റെ സാധുത ആത്യന്തികമായി പ്രഖ്യാപിക്കേണ്ടത് വിലായത്തെ ഫക്കീഹാണ്, അഥവാ ഇപ്പോൾ അലി ഖാംനായി തന്നെയാണ്. അതൊന്ന്. രണ്ട്, ഏതെങ്കിലും നേതാക്കന്മാർക്ക് അവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് ഇറാൻ്റെ രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കുന്നതിനോ നയം രൂപപ്പെടുത്തുന്നതിനോ സാധിക്കുകയുമില്ല. ഇറാൻ്റേതായ വളരെ കൃത്യതയുള്ള രാഷ്ട്രീയ നിലപാടുകൾ രൂപപ്പെടുത്താനുള്ള സംവിധാനം വളരെ സജീവമായും വളരെ ക്രിയാത്മകമായും പ്രവർത്തിക്കുന്ന ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെയാണ് റയീസിയുടെ മരണം ആ നിലയ്ക്കുള്ളൊരു വലിയ പ്രതിസന്ധി, രാഷ്ട്രീയമായൊരു പ്രതിസന്ധി ഇറാനിൽ സൃഷ്ടിക്കുമെന്ന് നമ്മൾ കരുതണ്ട. കാരണം അതിനെ അതിജീവിക്കാനുള്ള ഒരു ഇക്കോസിസ്റ്റം ഇറാൻ നേരത്തെ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. പക്ഷെ ഞാൻ ഇവിടെ സൂചിപ്പിച്ചൊരു സംഗതി, ഈ രണ്ട് ഘട്ടങ്ങളിൽ നമുക്ക് പരിശോധിച്ചാൽ, ഇപ്പോൾ ഉദാഹരണമായിട്ട് റഫ്സൻജാനിയുടെ ഒരു കാലഘട്ടം, മുഹമ്മദ് ഖാത്തമിയുടെ കാലഘട്ടം, ഹസൻ റുഹാനിയുടെ കാലഘട്ടം. അപ്പോൾ മുഹമ്മദ് ഖാത്തമിയുടെ കാലഘട്ടത്തിലാണ് അദ്ദേഹം പാശ്ചാത്യ നാടുകളുമായി ഒരു ഡയലോഗിനുള്ള ഒരു ആശയം മുന്നോട്ട് വച്ചതും അദ്ദേഹം പുസ്തകം എഴുതിയതും ആ പുസ്തകത്തിന് പ്രമുഖ അറബ് ചിന്തകനായ ഇൻ്റർനാഷണൽ ഇസ്ലാമിക് സ്കോളേഴ്സിൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരു ഈജിപ്ഷ്യൻ പണ്ഡിതൻ അതിന് ആമുഖമൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ അറബ് നാടുകളിലും ഇറാനിലും അന്തർദേശീയ രംഗത്തും നാഗരികതകൾ തമ്മിലുള്ള സംഘട്ടനം എന്ന സാമുവൽ ഹണ്ടിങ്ടൻ്റെ തിയറി വന്നപ്പോൾ അതിന് ബദലായിട്ട് സംഘട്ടനമല്ല, സംവാദവും സഹകരണവുമാണ് ആവശ്യം എന്ന ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് മുഹമ്മദ് ഖാത്തമി
ഒരു പുസ്തകത്തിലൂടെയും അല്ലാതെ തന്നെ രാഷ്ട്രത്തലവൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പ്രകടിപ്പിച്ചപ്പോഴും അത് ഉണ്ടാക്കിയ ഇറാനെ സംബന്ധിച്ച് അന്തർദേശീയ രംഗത്തുണ്ടാക്കിയ ഒരു പ്രതിച്ഛായയുണ്ട്. ഈ പ്രതിച്ഛായ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തൊരു സംഗതി, ബാറക് ഒബാമ പ്രസിഡൻ്റായിരുന്ന സന്ദർഭത്തിലാണ് ന്യൂക്ലിയർ ഡീല്. ആ ന്യൂക്ലിയർ ഡീലിന് നേതൃത്വം കൊടുത്തത് ഹസൻ റുഹാനിയാണ്. അപ്പോൾ അത് 2017 ട്രംപ് പിന്നെ ന്യൂക്ലിയർ ഡീലിൽ നിന്ന് പിൻവാങ്ങി അതിനെ അബോർട്ട് ചെയ്തു എന്നത് യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. എങ്കിലും ഈ രണ്ട് നേതാക്കന്മാരും നേരത്തെ സൂചിപ്പിച്ച ഈ ഇക്കോ സിസ്റ്റത്തിനുള്ളിൽ നിന്നുകൊണ്ട്, അഥവാ സുപ്രീം ലീഡറിൻ്റെ ആജ്ഞകളെയും ശാസനകളെയും അതിലംഘിക്കാതെ ആ സംവിധാനത്തിനുള്ളിൽ നിന്നുകൊണ്ട് മാത്രം പ്രവർത്തിക്കാൻ കഴിയുന്ന നേതാക്കന്മാരായിരുന്നിട്ട് കൂടി ഇറാന് അന്തർദേശീയ രംഗത്ത് കൂടുതൽ സ്വീകാര്യതയും കൂടുതൽ പ്രതിച്ഛായയും സൃഷ്ടിക്കുന്നതിന് ഈ രണ്ട് നേതാക്കന്മാർക്കും സാധിച്ചു എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇറാൻ്റെ സാമ്പത്തികമായ പ്രതിസന്ധികൾ മറികടന്നതും ഈ സന്ദർഭങ്ങളിൽ ഉണ്ടായ ഇറാൻ്റെ ഒരു നല്ല പ്രതിച്ഛായ രൂപപ്പെട്ടതിന് ശേഷം ഇറാൻ സാങ്ഷനിൽ നിന്നും യൂറോപ്യൻ യൂണിയനും അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളും ഒക്കെ പിൻവാങ്ങി വന്നൊരു ഘട്ടത്തിൽ സാമ്പത്തികമായൊരു കുതിച്ചുചാട്ടം, സാമ്പത്തികമായ ഒരു അഭിവൃദ്ധി ഇറാൻ ഉണ്ടായ ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ പറയപ്പെട്ട വിലായത്തെ ഫക്കീഹിൻ്റെ അല്ലെങ്കിൽ ഇറാൻ ക്ലർജിയുടെ, ഉലമയുടെ, മതപണ്ഡിതന്മാരുടെ 88 അംഗങ്ങളുള്ള ഗാർഡിയൻ കൗൺസിലിൻ്റെയും ഒക്കെ ശക്തമായ താക്കീതും ശാസനയും അവരുടെ നിർദ്ദേശങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് പ്രവർത്തിക്കുന്നത് എങ്കിലും ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ള നിലയ്ക്ക് വിശാല കാഴ്ചപ്പാടുള്ള റഫ്സൻജാനിയോ ഖാത്തമിയോ ഹസൻ റുഹാനിയോ പോലെയൊക്കെയുള്ള ആളുകൾക്ക് ആ രാജ്യത്തിൻ്റെ പുറത്ത് ഒരു ഇമേജ് സൃഷ്ടിക്കുന്നതിനും ആ രാജ്യത്തിൻ്റെ പുതിയ തലമുറയ്ക്കുള്ളിൽ ജനാധിപത്യത്തിനും അതുപോലെ തന്നെ മനുഷ്യാവകാശങ്ങൾക്കും അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വിദ്യാഭ്യാസത്തിനും സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കും കൂടുതൽ സ്വാതന്ത്ര്യം ലഭിക്കുന്നതോടുകൂടി ആ രാജ്യത്തിൻ്റെ അകത്തും പുറത്തും ഉണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി ഉണ്ട്, ഒരു സാമ്പത്തിക ഭദ്രതയുണ്ട്. ഇതൊക്കെ തന്നെ ആ ഇക്കോസിസ്റ്റത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഒരു നേതാവിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് അത്തരത്തിലുള്ള ഒരു സംഭാവന അർപ്പിക്കാൻ ഈ ഇബ്രാഹിം റഈസിയെ പോലെയുള്ള ഒരു നേതാവിന് സാധിച്ചിട്ടില്ല എന്നതുകൊണ്ട് തന്നെ സാമ്പത്തികമായോ രാഷ്ട്രീയമായോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതിസന്ധി ആഭ്യന്തരവും അന്തർദേശീയവുമായ തരത്തിൽ ഇറാന് അഭിമുഖീകരിക്കേണ്ടി വരില്ല എന്നാണ് ഞാൻ നേരത്തെ ഇറാനെ ആ നിലയ്ക്ക് കൈപിടിച്ച് മുന്നോട്ട് നടത്തിയ ആൾ അല്ല എന്ന വിമർശനം കൂടി, അല്ലെങ്കിൽ ഒരു ഒപ്പീനിയൻ കൂടി താങ്കൾ പങ്കുവയ്ക്കുകയാണ്. ഞാനൊന്ന് അവസാനിപ്പിക്കാൻ സമയമായിപ്പോയി. ഡോക്ടർ താജ് ആലുവ, എനിക്ക് ഒരു തവണ കൂടെ വരാൻ നിർവാഹമില്ല, സമയം കടന്നുപോയി. താങ്കൾ ദയവായി മനസ്സിലാക്കുമല്ലോ, ക്ഷമിക്കുമല്ലോ. എനിവേ ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു 3 പേർക്ക് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്.